നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് കായിക താരങ്ങൾക്ക് നിയമനം കൊടുക്കാറുണ്ട്. സ്ഥിരമാണ്. നമുക്കറിയാം KSCB ഒരു കാലത്ത് KSRTC എടുക്കുമായിരുന്നു, പല സർക്കാർ കേരള വകുപ്പുകൾ പോലീസിലെടുക്കുമായിരുന്നു. പോലീസിലെടുക്കുമായിരുന്നു. അതുപോലെ കേന്ദ്ര സർക്കാരിലും ഇതുപോലെ പല നല്ല കസ്റ്റംസ് അതുപോലെ വകുപ്പുകളൊക്കെ മികച്ച കായിക താരങ്ങൾ അത്. പക്ഷേ അവിടെ ദേശീയ തലത്തിൽ എടുക്കുമ്പോൾ ഒരു ഏഷ്യാഡ് ഒളിമ്പിക്സിനൊക്കെ പോയവരെയൊക്കെയാണ് സാധാരണ എടുക്കാറുള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെ സാധാരണ എടുത്തുകൊണ്ടിരുന്നത് കേരള പോലീസിലേക്ക് ഫുട്ബോൾ താരങ്ങളെ മാത്രം റിക്രൂട്ട് ചെയ്ത ഒരു കാലമുണ്ട്. നമുക്കറിയാം ഐ എം വിജയൻ 10ാം ക്ലാസ് പാസ്സാകഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തെ ഒരു വിധത്തിൽ പാസ്സാക്കി ഫുട്ബോളിൽ കേരള പോലീസിലെടുത്തു എന്നുള്ളതാണ്. അന്നത്തെ IG ആയിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ജോസഫ് DGP ആയിരുന്നു ചെയ്തത്. അതായത് സ്പോർട്സ് കോട്ട എന്ന് പറയുന്ന ജോലിക്ക് നിയമനങ്ങളിൽ സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് അനുവദിച്ചിട്ടുണ്ട്. അതെ, അതിന് തന്നെ കുറച്ച് മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ദേശീയ, അന്തർദേശീയ, അന്താരാഷ്ട്ര തലത്തിലുള്ള അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ടെന്നീസ്, വോളിബോള്, ഖോഖോ, അങ്ങനെ ഒരുപാട് ഇതിലുണ്ട്. എന്നാൽ ബോക്സിങ്, ഗുസ്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് സ്പോർട്സ് ഐറ്റം ഉള്ളതിൽ പക്ഷേ ബോഡി ബിൽഡിങ്, അതായത് ശരീര സൗന്ദര്യ മത്സരത്തിൽ 1ാം ക്ലാസ് കിട്ടിയവർക്ക് ഒരു നിയമനം കൊടുക്കാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിലവിലെ പട്ടികയിൽ ഈ ബോഡി ബിൽഡേഴ്സ് ഇല്ല. മറ്റ് കായിക ഇനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ബോഡി ബിൽഡർ അല്ല, ഗുസ്തിക്കാരുണ്ട്, അതുപോലെ ഇവരും ഉണ്ട്, ബോക്സർമാരുണ്ട്. പലരും കരുതിക്കുന്ന ഗുസ്തിയും ബോഡി ബിൽഡിങ്ങും ഒന്നാണെന്നാണ്. അല്ല, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിണറായി വിജയൻ സർക്കാർ 2 CPM ജിമ്മന്മാരെ കേരള പോലീസിൽ ഡയറക്റ്റ് SIമാരായി കയറ്റാൻ ഒരു നീക്കം നടത്തിയത്. ഇപ്പോൾ ആ 2 ജിമ്മന്മാരിൽ ഒരാൾ ശാരീരികക്ഷമത പരിശോധന പാസ്സാകാൻ പറ്റാതെ തുടക്കത്തിൽ തട്ടിപ്പോയി. 2ാമത്തെ ആൾക്ക് ശാരീരികക്ഷമതാ പരിശോധനയിൽ പരാജയപ്പെട്ടെങ്കിലും അയാളെ 2ാമത് പല മാനദണ്ഡങ്ങൾ തിരുത്തി അയാളെ നേരെ SI ആയിട്ട് റിക്രൂട്ട് ചെയ്ത് അയാൾക്ക് പരിശീലനം നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ഷിനു ചൊവ്വ എന്നാണ് അയാളുടെ പേര്. ചൊവ്വ ഗ്രഹത്തിലെ ആളല്ല, കണ്ണൂരിലുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇയാളെ ഇപ്പോൾ പുറത്താക്കാൻ ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത. അല്ലാതെ ആവശ്യമാണ്. കാരണം ഈ യോഗ്യരായ എത്രയോ കായിക താരങ്ങൾ ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്, പല പുറകിലും ജോലി കിട്ടാതെയൊക്കെ. പക്ഷേ അവരെല്ലാവരും കടത്തി വെട്ടിക്കൊണ്ട് ഈ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഈ കണ്ണൂരിലെ സഹാക്കളാണ്, കണ്ണൂർ ജിമ്മന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പാർട്ടി അണികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിയമം മുഴുവൻ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിയമം തെറ്റിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ നിയമനങ്ങൾ പലപ്പോഴും അവർ നടത്തിയിട്ടുള്ളത്. അതിനേതായാലും ഈ സർക്കാർ ഒരു വിരാമം ഇടണം എന്നതിനാണ് പറയാനുള്ളത്. പാർട്ടിക്കാരൊക്കെ ശരി തന്നെയാണ്, അതൊരിക്കലും അവർ യോഗ്യരായിരിക്കുക എന്നുള്ള. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇവിടെ മറികടന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, അതിനുശേഷം എന്തിനാണ് ഇവരെ നിയമിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ഇവർ കഴിഞ്ഞ തവണത്തെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിനു ചൊവ്വ, ചിത്തരേഷ് നടേശൻ, ഇങ്ങനെ 2 പേരായിരുന്നു. അതെ, ഇതിനകത്ത് ഇവരെ PSC വഴിയല്ലാതെ ഡയറക്റ്റ് അങ്ങ് നിയമിക്കാനായിരുന്നു നീക്കം. അപ്പോൾ പാർട്ടി ബന്ധം കണക്കിലെടുത്തിട്ടായിരുന്നു. അപ്പോൾ ഇരുവർക്കും നിയമനം നൽകാൻ പിണറായി സർക്കാർ തീരുമാനിക്കുന്നു. മന്ത്രിസഭാ യോഗം വരെ അനുമതി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ 2 പേരും പക്ഷേ എത്ര ഇതാണെന്ന് പറഞ്ഞാലും കായികക്ഷമതാ പരിശോധന വിജയിച്ചേ പറ്റൂ. അത് ജിമ്മനാണെന്നൊരു കാര്യമില്ല, അവരെ കായികക്ഷമതാ പരിശോധന വിജയിച്ചേ പറ്റൂ. അങ്ങനെ കായികക്ഷമതാ പരിശോധനയിൽ 2 പേരും പരാജയപ്പെടുന്നു. അപ്പോൾ പോലീസിലെ ഈ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന അതിൻ്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ ഇവരുടെ നിയമനത്തെ നഖശിഖാന്തം എതിർത്തു. ഇവർ പറ്റത്തില്ല, ഒരു കാരണവശാലും ഇത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, ശാരീരികമായിട്ട് ഫിറ്റല്ലാത്ത ഒരാൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചട്ടങ്ങൾ മറികടന്നത് മുഖ്യമന്ത്രി ഓഫീസിൽ നേരിട്ട് ഇടപെടുന്നു, പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നു, ഇവരെ ഡയറക്റ്റ് SIമാരായിട്ട് നിയമിക്കുന്നു. കായികക്ഷമതാ പരിശോധന തോറ്റെങ്കിലും നിയമിച്ചുകൊണ്ട് DGP റവദ ചന്ദ്രശേഖർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇവരെ ട്രെയിനിങ്ങിന് വിടുന്നു. ആലോചിച്ച് നോക്കണം. കേരള പോലീസിന്റെ നിയമങ്ങൾ IPC ഒന്നും അല്ലാതെ ശശി നിയമങ്ങളെന്നൊരു പുതിയ നിയമം കാണുമായിരിക്കും. അദ്ദേഹം തീരുമാനിക്കും, അദ്ദേഹം പുതിയ നിയമം ഉത്തരവിടുമല്ലെങ്കിൽ. അതായത് നിലവിലുള്ള നിയമങ്ങൾ, അതാണ് നിലവിലുള്ള നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ നാട്ടിലെ റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങളെ അപ്പാടെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളെ വേണേ ആരെയും ഞങ്ങൾ നിയമിക്കും, 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ലാത്തതിനെ ഞാൻ വേണേൽ DGP ആക്കും എന്നുള്ള രീതിയിലുള്ള ഒരു നിയമനമാണ് ഈ ഷിനു ചൊവ്വയുടെയും ഇയാളുടെയും കാലത്ത്. 67 EMS മന്ത്രിസഭയുടെ കാലത്ത് അന്നുണ്ടായിരുന്ന ഒരു മന്ത്രി സിഗരറ്റ് പാക്കറ്റിൻ്റെ ഉണ്ടല്ലോ, സിഗരറ്റ് പാക്കറ്റിൻ്റെ കവർ പൊട്ടിച്ചിട്ട്
അതിൻ്റെ സൈഡിലെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിയമനോത്തരവ് എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് ജോലിക്കെടുക്കാൻ KSRTCയിൽ മറ്റു ആളുകൾ. അതാണ് ഇത്. അങ്ങനെ ഈ രണ്ട് വമ്പന്മാര്, രണ്ട് മല്ലന്മാരെന്ന് പറയാൻ പറ്റത്തില്ല, രണ്ട് ബോഡി ബിൽഡർമാര് എന്തിനാണ് ഇവിടെ കേരള പോലീസിൽ ശരീര സൗന്ദര്യ പ്രദർശനം വല്ലതും ഉണ്ടോ? ഇവരൊക്കെ കയറി ചെല്ലുമ്പോൾ ഈ രണ്ടുപേരും ഈ തുണിയൊക്കെ ഊരി കഴിഞ്ഞ മേലാസകലം എണ്ണ പുരട്ടി DGP ഓഫീസിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വളഞ്ഞു കുത്തി കയ്യും പൊരിച്ച് മസിലും പെരിപ്പിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഒരു പോക്കറ്റ് അടിക്കാരൻ ഓടിയാൽ കൂടെ ഓടിച്ചിട്ട് പിടിക്കാൻ പോലും കഴിയില്ലെന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓടാൻ പറ്റില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ശരീരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡുകൾ റെഡിയാക്കുന്നുണ്ട്. ഈ ജിമ്മനായതുകൊണ്ട് ഒരാളെ ഇടിച്ചു തുറിക്കണമെന്നില്ല. ഇല്ല. പിന്നെ ഇവർ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഈ നല്ല കൈക്കരുത്തായിരിക്കും ജിമ്മന്മാർക്ക്, ഈ നല്ല പുഷപ്പ് ഒക്കെ എടുത്ത് ഈ ഇതൊക്കെ അടിച്ച് നല്ല ഇതായിരിക്കും. ഈ ഓരോ ലാത്തിയും കൊടുത്ത് വിട്ട് കരിങ്കൊടി കാണിക്കുന്നവന്മാരെ തലമണ്ട അടിച്ച് കീറാൻ വേണ്ടി എടുത്തതാണ് ഈ രണ്ടെണ്ണത്തിൽ. അതായത് പിണറായിക്ക് പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുവന്ന രണ്ടുപേരും പേടിയാണല്ലോ, അതിനുവേണ്ടി എപ്പോഴും ഭയമാണല്ലോ. ഈ ഭയം ലോകത്തെ ഏറ്റവും അപകടകാരി ഈ ഭീരുക്കളാണെന്ന് പറയും. അതെ, അതാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി രണ്ട് ജിമ്മന്മാരെ നിയോഗിക്കുന്നു, ഇടവും വലവും. എന്നിട്ട് സ്പെഷ്യൽ ഡ്യൂട്ടി കൊടുക്കുന്നു. ഓരോ വലിയ ലാത്തി, അനിൽ കല്ലൂരിന്റെ അടിയൊന്നും പോരാ, അടിച്ച് കൊല്ലുക തന്നെ വേണം. ഇത് കാണിച്ചാൽ ഒന്നുകിൽ അവൻ്റെ കയ്യും കാലും അടിച്ചൊടിക്കണം, അല്ലെ അവനെ അടിച്ച് കൊല്ലണം. അതിനുവേണ്ടി രണ്ട് വലിയ ഗതയൊക്കെ കൊടുത്ത് നിർത്താൻ വേണ്ടി എടുത്തതാണെന്ന് തോന്നുന്നു. സഫാരി സൂട്ടൊക്കെ ഇട്ട് ഒരു വടിയായിട്ട് വരുമായിരിക്കും. എന്താണെങ്കിലും അതിനു മുമ്പാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതിന് ഇവിടെ SFIക്കാരെ പിടിച്ചത്. PSCയിൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, അവര് ആൾമാറാട്ടം. ഇതൊക്കെ പണ്ടുള്ളതാണ്. ഈ ആൾമാറാട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നേതാക്കന്മാരൊക്കെ അവിടെ ആൾമാറാട്ടം നടന്ന കാലം. ആൾമാറാട്ടം നടത്തിയാണ് ഇവർ പലരും വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പലരും ഇംഗ്ലീഷ് പറയുമ്പോൾ ക്യാൻ യു എന്നൊക്കെ പറയുന്നത് അല്ലേ. അവർക്ക് ഈ സ്കൂളിൽ പോകാതെയും പരീക്ഷ എഴുതാതെയൊക്കെ കിട്ടിയ ഡിഗ്രികളുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ ആർഷോയെ പോലെയുള്ളവർ ജയിച്ചിട്ടില്ലെങ്കിൽ ഇവരെ അങ്ങ് ജയിപ്പിക്കുമല്ലോ. K വിദ്യയെ പോലെയുള്ളവർക്ക് വ്യാജരേഖ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഇവരെ എടുത്തത്, ഈ രണ്ട് ജിമ്മന്മാരെ എടുത്തത്. ഈ ജിമ്മന്മാരെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ഇടവും വലവും നിന്ന് ആൾക്കാരെ തലമണ്ട അടിച്ച് കീറാൻ വേണ്ടി ആയിരിക്കണം ഇവരെ എടുത്തിരുന്നത്. എന്തായാലും ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള നിയമലംഘനമായിരുന്നു. അന്നൊന്നും ഇതൊന്നും ചോദിക്കാൻ ആരുമില്ല. പോലീസ് ചോദ്യം ചെയ്യുന്നവരെ ഇവർ ഇല്ലായ്മ കൊലക്കേസിലെ വധശ്രമത്തിന് കേസിൽ പ്രതിയാക്കും. മുഖ്യമന്ത്രി പിന്നെ കലാപത്തിന് ആഹ്വാനം കൊടുത്തുള്ളതാണ് ഇവരെ പ്രധാന വകുപ്പ്. അന്ന് M. രാജ്കുമാറിന് ഇഷ്ടപ്പെട്ട വകുപ്പ് അതാണ്, കലാപം. പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കെതിരെ എടുത്തിട്ടുള്ളത് ഈ കലാപ ആഹ്വാനമാണ്. ഇപ്പൊ വേറെ കോർപ്പറേഷനിൽ ഇപ്പോൾ അവിടെ കലാപവും ഇല്ല, ആഹ്വാനവും ഇല്ല. അതെ, എന്തായാലും ജിമ്മന്മാരെ രണ്ടിനെയും അവരുടെ ബോഡിക്കൊന്നും വലിയ ക്ഷതം ഉണ്ടാകാത്ത വിധത്തിൽ രണ്ടിനെയും രമേശ് ചെന്നിത്തല പറഞ്ഞു വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ഇങ്ങനൊരു ചട്ടം, ഇങ്ങനൊരു നിയമം, ഇങ്ങനൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയാൽ ആരെ വേണമെങ്കിലും നിയമിക്കും. ഇപ്പം ഞാൻ വന്നിട്ട് പറയാ, എൻ്റെ ഒരു ബന്ധുവുണ്ട്, വേറെ പണിയൊന്നുമില്ല, ഇവനെ ഒന്ന് SI ആക്കാമോ, അവൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് SI ആകാനുള്ള ആഗ്രഹത്താൽ ഇന്ന തസ്തിക സൃഷ്ടിച്ച് അവിടെയൊക്കെ നിയമിക്കും. ചീട്ടുകളി ഇഷ്ടമായിരുന്നു. അതെ, ചീട്ടുകളി ഒരു ഗെയിമായിട്ട് ഉൾക്കൊള്ളിച്ച് ദ ബെസ്റ്റ് കാർഡ് പ്ലെയർ ഓഫ് ദ ഇയർ ആ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്ത് ഇവരെ എടുത്ത് അകത്ത് കയറ്റി വെക്കാൻ പറ്റും എന്നാണ് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയായിരുന്നു ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. പിണറായി രാജാവ് ചക്രവർത്തിയുടെ കാലത്ത് തനിക്ക് തോന്നുന്നവരെ താൻ സർവീസിലെടുക്കും. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? ഒരു കുഞ്ചൻ നമ്പ്യാർ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ല, കുഞ്ചൻ നമ്പ്യാർ ഉണ്ടാകാൻ പറ്റത്തില്ല, പിടിച്ച് ജയിലിലിടും. അതായത് പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പുകഴ്ത്തണം, നീ നാട് ശോഭിച്ചിടാൻ കാരണഭൂതൻ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള വാഴ്ത്തുപാട്ടുകൾ മാത്രമായിരുന്നു ഇവിടെ വേണ്ടിയിരുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ ഇമാതിരി പിൻവാതിലൂടെ കയറാൻ വന്ന ജിമ്മന്മാരെയെല്ലാം ചെന്നിത്തല ചുരുട്ടി കൂട്ടി കൊട്ടയിലിട്ടിട്ടുണ്ട്. ഇത്തരം നിയമനങ്ങൾ ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ആ നടന്നത് മൊത്തം തൂത്തുപറക്കി വെളിയിലിറക്കണം. അർഹരായ PSC ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് അവരുടേതായ മെറിറ്റിലുള്ള ജോലികൾ നൽകി സർക്കാരിന്. നടൻ സുകുമാരനുണ്ട്, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമായിരുന്നു. അദ്ദേഹത്തെ ഇന്നലെ അങ്ങനെ ഓർക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇൻ്റർവ്യൂവിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പത്രത്തിനോട് ഇൻ്റർവ്യൂവിൽ. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. അപ്പോൾ CDT കൂടെ ചുമതല അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ കേരളത്തിൽ സിനിമയെക്കുറിച്ചും ഈ സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ മുഴുവൻ തിങ്ങിപ്പാർക്കുന്നത് കടകംപള്ളി വില്ലേജിലാണോ എന്ന്. കാരണം സീഡിലെ ജീവനക്കാർ മുഴുവൻ ഒരു മേഖല ഉള്ളവരാണ്. എല്ലാത്തിനെയും കൂടെ പിൻവാതിൽ. അതെ, സുകുമാരൻ നല്ല തൻ്റെ അടി ധൈര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ല, ഇതിനിടയ്ക്ക് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോയിട്ട് ആൾക്കാരുണ്ടല്ലോ. ഫിലിം ഫെസ്റ്റിവൽ അതിന്റെ കോർഡിനേറ്റർമാരെ അവരെയൊക്കെ സ്ഥിരപ്പെടുത്തണമെന്നും പറഞ്ഞൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കേരള മറ്റേ IFFKയുടെ അക്കാദമിയിൽ, ചലച്ചിത്ര അക്കാദമിയിൽ അങ്ങനെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ജിമ്മന്മാരെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം അത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അതിനൊപ്പം തന്നെ ഇമാതിരി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഇമാതിരി പിൻവാതിൽ നിയമനം.
മൊത്തം ഒഴിവാക്കേണ്ടത് തന്നെയാണ്.